friends, welcome to Meera's Flavor Studio. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും കൊണ്ടൊരു ഡെസേർട്ടാണ്. ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ കാ ഹൽവ എന്നാണ് ഇതിനെ അറിയപ്പെടാറ്. ഇത് കൂടുതലും കല്യാണത്തിന്റെ റിസപ്ഷനിൽ ഡെസേർട്ടിന്റെ കൂടെ ക്യാരറ്റ് ഹൽവയും ഐസ്ക്രീം അങ്ങനത്തെ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 2 പീസസ് വെച്ച് 6 പേർക്ക് കഴിക്കാവുന്ന കണക്കാണ് കാണിക്കുന്നത്. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അധികം ചേരുവകളൊന്നും വേണ്ട. ആദ്യമായിട്ട് 1/2 കിലോ ക്യാരറ്റിൻ്റെ തുണ്ട് നന്നായിട്ട് ചീകി കളഞ്ഞിട്ട് കഴുകി എടുക്കണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഗ്രേറ്ററിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൻ്റെ സഹായത്തോടു കൂടിയോ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി വെജിറ്റബിൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ക്യാരറ്റ് പീസസ് ഇരുന്നാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഹൽവയ്ക്ക്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോഴായിരിക്കും ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ്. അങ്ങനെ 1/2 കിലോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ 2 കപ്പ് അളവിലാണ് ഗ്രേറ്റഡ് ക്യാരറ്റ് കിട്ടിയിരിക്കുന്നത്. 2 കപ്പ് അളവിൽ തന്നെ നമ്മൾ പാലും ഇനി യൂസ് ചെയ്യണം കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് നട്ട്സ് വറുത്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടും ബദാമും പിസ്തയും എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും എടുക്കാം. നട്ട്സും റേസിനും എല്ലാം തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നല്ല കട്ടിയുള്ള പാനിൽ വേണം ഹൽവ ഉണ്ടാക്കാൻ. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം നട്ട്സ് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. ഞാനിവിടെ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റണം. ആദ്യം 1 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് ഇട്ടുകൊണ്ടാണ് ഇതിലൊട്ടും നെയ്യ് ബാക്കി വരാത്തത്. ഇനി റൈസിനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്തിട്ട് റൈസിനൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഇതുവരെ നമ്മൾ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഒന്ന് നെയ്യിൽ 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. 2 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ തിളപ്പിച്ച പാല് വേണം ചേർക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റിന് 2 കപ്പ് പാൽ, അതാണ് കണക്ക്. ഞാനിവിടെ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പാല് മുഴുവനും വറ്റിക്കഴിയുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ അടി കട്ടിയുള്ള പാൻ എടുക്കണം എന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ പാൽ അടിക്ക് പിടിക്കും. അതുപോലെ ഇളക്കുന്ന സമയത്ത് ഈ പാനിൻ്റെ സൈഡിൽ പാലിൻ്റെ പാടയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് സ്പൂണും കൊണ്ട് പതുക്കെ മാറ്റി പാനിലേക്ക് തന്നെ ആക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ തുടങ്ങും. ഇപ്പോൾ പാല് ഏകദേശം വറ്റി തീരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഈ പഞ്ചസാര ഒന്ന് അടിഞ്ഞ് കുറച്ചും കൂടി വാട്ടറി ആവും. അപ്പം നമ്മൾ ആ വെള്ളവും കൂടി വറ്റി പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു പരുവം വരെ നമ്മൾ വേവിക്കണം. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും റേസിൻസും ചേർക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ഹൽവ കഴിക്കാൻ റെഡിയാണ്. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ചൂടോടെയും കഴിക്കാം, അതുപോലെ ചൂടാറിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷവും കഴിക്കാം. രണ്ടും ഒരുപോലെ രുചിയാണ്. ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് വെക്കാൻ പോവുകയാണ്. ചൂടോടുകൂടി തന്നെ നമ്മളൊരു പാത്രത്തിൽ ഷേപ്പ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ വെച്ച് ഒന്ന് അമർത്തി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. വേണമെങ്കിൽ കുറച്ച് ബദാമോ പിസ്തയോ നട്ട്സോ അതിന് മുകളിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വിതറാം. ചൂടാറിയ ശേഷം നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ റെക്റ്റാങ്കിൾ ബ്ലോക്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. എനിക്കിതുപോലത്തെ റെക്റ്റാങ്കിൾ ബ്ലോക്സ് 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഹൽവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.
വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.